ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റിയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എസ്പെഷ്യലി നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ഷെയർ ചെയ്യുന്ന ലെവലുകളിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവര് അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിലുള്ള ലെവലുകൾ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. നിലവിൽ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ റാൻഡംലി ഒക്കെ ട്രേഡ് എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ നിഫ്റ്റിയെ അനലൈസ് ചെയ്തുകൊണ്ട് ഇടുന്ന വീഡിയോ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അവിടെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ലെവൽ കാണിച്ചിട്ട് ഇന്ന ലെവലിന്റെ അപ്പുറം പോയാൽ അങ്ങനെ ചെയ്യാം, അത് ഇവിടെ വന്നാൽ ഇവിടെ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത് പോലെയല്ല. റിയൽ മാർക്കറ്റിലെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ അവിടെ അതിന്റെ ഒരു പൾസ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി പലപ്പോഴും എങ്ങനെയാണ് ട്രേഡ് എടുത്തത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതാത് ലെവലുകൾ വരുമ്പോൾ. അപ്പോൾ അത് ലൈവായിട്ട് തന്നെ ഇന്നൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എവിടെയാണ് എൻട്രി എടുക്കുന്നത്, എന്ത് കണ്ടീഷൻ വന്നപ്പോഴാണ് എൻട്രി എടുക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ട്രേഡ് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് സൈക്കോളജിക്കൽ എലമെന്റുകൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാൽ അതും കൂടെ പറഞ്ഞിട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം, നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് റിയൽ ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ കഴിഞ്ഞ ദിവസം തന്ന ലെവലുകളിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് ഈ ലെവലുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുതുതായിട്ട് വന്ന ഒരു ലെവൽ എന്നുള്ള രീതിയിൽ 23,270 പ്രീ മാർക്കറ്റ് അനാലിസിസിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ബാക്കി ലെവലുകളൊക്കെ സെയിം ആണ്, എന്നാൽ ഇവിടെ ഒരു അഡീഷണൽ ലെവൽ വന്നിട്ടുണ്ട്. വന്നിട്ട് ഈ ലെവൽ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് കാണിച്ചിരുന്നു. അപ്പോൾ കറക്റ്റ് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്ന് റീടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ തിരിച്ച് കയറിയിട്ട് ഒരു വൺസ് അഗെയിൻ ഈ ലെവലിന്റെ, അതായത് 23,303 മുകളിൽ ഒരു ക്ലോസിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഒരു ഈ ഭാഗത്തു നിന്നായിട്ട് എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ഒരു 1:2 ഒക്കെ ഉള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതെ, 1:2 ഉണ്ടാവും ഒന്നിന് എൻട്രി കിട്ടുകയാണെങ്കിൽ. റൈറ്റ്, ഓക്കെ, നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമയം 11:57. കുറച്ചും കൂടെ അഗ്രസീവായിട്ട് താഴെ മുകളിലേക്ക് കൺഫർമേഷൻ നിൽക്കാതെ ഇവിടുന്ന് ട്രേഡ് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 1:3 കിട്ടും. ഓക്കെ, നമ്മൾ ഇതിന് താഴേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇതിന് താഴേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ 10 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് ഈ സോണിനും താഴേക്ക് കിട്ടും. അപ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകാൻ ഫ്ലാറ്റ് ട്രേഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ 10 പോയിന്റ് ആണ്. ടാർഗറ്റ് 1:3 ആണ്. അപ്പോൾ നമുക്കൊരു 28 പോയിന്റ് മതി മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ട്രേഡിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് ഒരേ സമയം സ്റ്റോപ്പ് ലോസ്, ബ്രാക്കറ്റ് ഓർഡർ ആണ്, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരേ സമയം പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതെന്തോ കാരണവശാൽ റിജക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, മാർജിൻ ഷോർട്ട് ഫോൾ അത് MTF-ലാണ് ഫണ്ട് കിടക്കുന്നത്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ക്വിക്കായിട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നിലവിലുള്ള ട്രേഡിന്റെ കണ്ടീഷൻ ഇതാണ്. നമ്മളിപ്പോൾ എത്ര സമയമായി? 12:47 1 മണിക്കൂറിനടുത്തായി. വളരെയധികം പേഷ്യൻസ് ടെസ്റ്റ് ചെയ്ത ഒരു ട്രേഡാണ്. ഇപ്പൊ ഒരു നമ്മുടെ ടാർഗറ്റിന്റെ പകുതിയൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. അവിടെ നേരത്തെ സംഭവിച്ചത്, അത് നമ്മളെടുത്ത ആദ്യത്തെ ഓർഡർ റിജക്റ്റ് ആയപ്പോൾ പിന്നെ നമ്മൾ സെയിം വീക്ക് എക്സ്പയറിയിലേക്ക് പോയി. ഫണ്ട് MTF ഫണ്ടിലേക്ക്. ഇപ്പൊ നമ്മൾ MTF ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് MTF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ കുറച്ച് ഫണ്ട് അങ്ങനെ മാറിപ്പോയതുകൊണ്ട് ആണ് ഷോർട്ട് ഫാൾ വന്നത്. അപ്പോൾ അത് തിരിച്ച് ആഡ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെയിം വീക്ക് എക്സ്പയറിയിലേക്ക് പോയി 86 എൻറ്റർ ചെയ്തു. ഏകദേശം 30 പോയിന്റ് 1:3 എന്നുള്ള രീതിയിൽ 28 പോയിന്റ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓർഡർ ഓപ്പൺ ആണ്. 10 പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓപ്പൺ ആണ്. നോക്കാം നമുക്ക്. 1 മണിയോട് അടുക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്. 1:2 മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൊമെന്റിലൊക്കെയാണ് നമുക്ക് ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ്, നമ്മളെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്ത് ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് എന്നുള്ളത് ഈ സമയത്ത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്
അപ്പൊ നമ്മൾ ഈ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ 1:2 ബുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡേഷൻ നമുക്ക് ഉണ്ടാവും. അവിടെ ഒരു കാര്യം നമുക്ക് വളരെ ലോജിക്കലി ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യാമായിരുന്നു, പക്ഷെ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് TTDK വളരെയധികം ഉണ്ട്. അപ്പൊ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്താൽ അത് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യണില്ല. ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞു. നമ്മുടെ ടാർഗറ്റ് കുറച്ച് മുമ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മള് 114 ടാർഗറ്റ് വെച്ചിരുന്നത്, അത് 1:56 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതായിരുന്നു, ഈ രീതിയിലാണ് നമ്മൾ ലെവലുകൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇപ്പോ നമ്മള് ഇതിന്റെ ഒരു ഓവറോൾ ലോജിക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആഡ് ചെയ്ത ഒരു ലെവല് 23,270 എന്നുള്ള റിവേഴ്സലിൽ കണ്ടപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പൊ ഈവൻ നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ലെവലുകളിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു മറ്റൊരു ലോജിക്ക്, ഇവിടുന്ന് ജനറലി ഒരു ബിയറിഷ് മാർക്കറ്റിൽ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ബൈ സൈഡിൽ നിന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മുകളിൽ കാണിച്ച ലെവലുകളിലൊക്കെ ഒരേ സമയം നമുക്ക് സെല്ലിനും ബൈക്കും ഒരുപോലെ സാധ്യത ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിരുന്നു. ബൈ ചെയ്യാം, അതേപോലെ തന്നെ സെല്ലും ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. താഴേക്ക് ഉള്ള ലെവലുകൾ കാണിച്ചിട്ടും താഴെ വന്ന് മുകളിൽ കയറിയാൽ ബൈ എടുക്കാം, അതേപോലെ താഴെ വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ സെല്ലിൽ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രീ മാർക്കറ്റ് അനാലിസിസ് ശ്രദ്ധിച്ചാൽ പല ദിവസങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ മാത്രമാണ് പറയുക, ചില ദിവസങ്ങൾ 2 ഡയറക്ഷനും പറയാറുണ്ട്. അപ്പൊ ആ പറയുന്നതിന്റെ പിറകിൽ 2 ഡയറക്ഷനിലേക്ക് നിൽക്കണം എന്ന് പറയുന്നതിന്റെ പിറകിൽ നമ്മുടെ ഒരു വ്യൂ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 2 സൈഡിലേക്കുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എന്റെ ഒരു വ്യൂ അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെയുള്ള കൺസെപ്റ്റ് നമ്മൾ പറയാറ്. അപ്പൊ ആ വ്യൂവിന്റെ ഒപ്പം ഞാൻ നിന്നു. ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് നമ്മുടെ ഇടയ്ക്കിതാ ഇവിടുന്ന് മാർക്കറ്റ് ശരിക്കും നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ ഷെയർ ചെയ്ത സമയത്ത് ഇതാ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുള്ളപ്പോൾ 1:2 എത്തി എന്ന് പറഞ്ഞിരുന്നു. അവിടുന്ന് കോസ്റ്റിന്റെ അടുത്ത് വന്നു. ഇവിടെയൊക്കെ നമ്മളെ ഇമോഷൻസ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അവിടെ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? ഇത് വളരെ ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റാണ്. കാരണം ഓരോ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും TTDKയിലൂടെയാണ് പ്രീമിയം ഈറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് നേരത്തെ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുക മീൻസ് മുൻകൂട്ടി നമ്മൾ പ്രതീക്ഷിച്ചത് കൊണ്ട് നമ്മൾ ആദ്യത്തെ എൻട്രി ട്രൈ ചെയ്തത് നെക്സ്റ്റ് വീക്കാണ്. 23 ജനുവരിയാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്, 16-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ 23 ജനുവരിയിൽ എക്സ്പയറി എടുക്കാൻ നോക്കി. അപ്പൊ നമുക്ക് അത് മാർജിൻ ഷോർട്ട് ഫോൾ വന്നിട്ട് റിജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ സെയിം വീക്കിൽ എക്സ്പയറി ആണ് പരിഗണിച്ചത്. അപ്പോഴും നമ്മൾ സെയിം വീക്കിൽ എക്സ്പയറി പരിഗണിച്ചപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു. ഈ ഭാഗത്ത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അവിടെ 23,300 പ്രീമിയം നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇൻ ദ മണിയാണ് സെലക്ട് ചെയ്തത്, ഒരു പരിധി വരെ TTDKയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ടേക്ക് അവേ ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മുടെ പ്രൈസ് ആക്ഷൻ ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തത് കാണാം. അതിന്റെ മുകളിലേക്ക് പോയപ്പോൾ ജസ്റ്റ് ഈ ലെവലിലേക്ക് മുകളിലേക്ക് പോവുക മാത്രമല്ല ചെയ്തത്, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് പിന്നീട് ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച ലെവലിൽ റീടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു നമ്മുടെ എൻട്രി എന്നുള്ളതും ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ബേസിലുള്ള ടേക്ക് അവേ ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. പ്രീ മാർക്കറ്റ് അനാലിസിസ് എല്ലാ ദിവസവും കാണുക. അതിലുള്ള ലെവലുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇതുവരെ ഒരു പ്രോസസ്സും ഇല്ലാത്ത ട്രേഡ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രോസസ്സായിട്ട് ആ ലെവലുകൾ മാറും. എന്താണോ നിങ്ങളുടെ പ്രോസസ്സ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇവിടെ ഞാൻ അതാണ് ചെയ്തത്. ഞാൻ ലെവലിനെ ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ആ രീതിയിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ നിങ്ങൾ ഫ്ലാറ്റ് ട്രേഡിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഫ്ലാറ്റ് ട്രേഡ് ആണ് കാണുന്നത്. സീറോ ബ്രോക്കർ ആണ്, നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രേഡിൽ എൻ്റർ ചെയ്ത സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസും അതേപോലെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റ് ഓർഡറും അവൈലബിൾ ആണ്. നിഫ്റ്റിയിലും ഒക്കെ നമുക്ക് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് തിരിഞ്ഞു നോക്കണ്ട. ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതിയിൽ നമുക്കത് പ്ലേസ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.